പുറത്തു വരുന്ന വാർത്തകൾ ആഗോള സമാധാനത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ സൈനികർക്കെതിരെ ഏറ്റവും കടുത്ത ഭാഷയിലുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാന്റെ സൈനിക മേധാവി അമീർ ഹതാമി. കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് അമേരിക്കൻ സൈനികരുടെ ജീവന് തന്നെ ഭീഷണിയാക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്താവന മേഖലയിലെ സാഹചര്യം എത്രത്തോളം വഷളായി എന്ന് വ്യക്തമാക്കുന്നു. സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ അടിയന്തര കൂടിക്കാഴ്ചയിലാണ് അമീർ ഹതാമി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ കര, വ്യോമ, നാവിക സേനകൾക്കും വ്യോമ പ്രതിരോധ വിഭാഗങ്ങൾക്കും അദ്ദേഹം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ശത്രുവിന്റെ ഓരോ ചലനവും നിമിഷം പ്രതി നിരീക്ഷിക്കാനും ആജ്ഞത ലഭിച്ചാലുടൻ അതിശക്തമായി തിരിച്ചടിക്കാനും സൈനിക കമാൻഡർമാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാൻ സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളും യുദ്ധസജ്ജമായിരിക്കണമെന്ന ഈ കൽപ്പന യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിലനിന്നിരുന്ന നിഴൽ യുദ്ധം ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കൻ സൈനികർക്ക് നേരെ ഇത്രയും നേരിട്ടുള്ള ഒരു ഭീഷണി ഇറാൻ സൈനിക മേധാവിയിൽ നിന്ന് ഉണ്ടാകുന്നത് അസാധാരണമാണ്. അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഗൾഫ് മേഖലയിലെ കേന്ദ്രങ്ങൾക്കും സൈനിക കപ്പലുകൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. മൊമെന്റ്സ് നോട്ടീസ് അഥവാ നിമിഷം നേരം കൊണ്ട് പ്രത്യാക്രമണം നടത്താൻ തയ്യാറെടുത്തിരിക്കുക എന്ന നിർദ്ദേശം സൂചിപ്പിക്കുന്നത് ഇറാന്റെ ആക്രമണ തന്ത്രങ്ങളിൽ വന്ന വേഗതയാണ്. ഇറാന്റെ ഈ പുതിയ പ്രകോപനം കേവലം വാക്കുകളിൽ ഒതുങ്ങില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ ഇത് കാരണമാകും. ഇറാന്റെ ഈ പടയൊരുക്കത്തിന് അമേരിക്ക എന്തു മറുപടി നൽകുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ സൈനിക വിന്യാസം മേഖലയിൽ ശക്തമാക്കിയാൽ ഒരു വൻ യുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. ഒരു വശത്ത് ഇസ്രയേലുമായുള്ള തർക്കങ്ങളും മറുവശത്ത് അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലും ഇറാനെ കൂടുതൽ അപകടകരമായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഭീഷണികൾ പ്രവൃത്തിയിലേക്ക് മാറിയാൽ അത് ലോകം ഇതുവരെ കാണാത്ത വലിയൊരു ദുരന്തത്തിന് വഴിവെച്ചേക്കാം.